ഇന്നത്തെ 4ാം ക്ലാസ്സിലെ ഫോട്ടോ ഗ്രൂപ്പിലിട്ടു. അപ്പം അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും. പക്ഷെ അതിൽ ഒരുവിധ ആൾക്കാർക്കൊന്നും ഒരു മാറ്റവും ഇല്ല. പരസ്പരം അറിയില്ല, ചിലപ്പോൾ കണ്ടാൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ലേ ഈ ഒരു ഫോട്ടോ ഒന്ന് ഇത്രയും പേരെ നമ്മൾ തിരിച്ചറിഞ്ഞ് എല്ലാ കുട്ടികളും പരസ്പരം ആ ചെറിയ കുട്ടികളെന്നുള്ള നിലക്ക് തിരിച്ചറിഞ്ഞ് ഇതുവരെ എത്തി. തെറ്റിയടക്കി അടിക്കുകയൊക്കെ ചെയ്യും, എന്നാലും അവർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ദിവസം മറക്കാൻ പറ്റില്ല. കണ്ടതിലുള്ള സന്തോഷം പരമമായ സന്തോഷമാണ്, ചെറിയ സന്തോഷമല്ല. അതിൻ്റെ ഒരു തുടക്കം ഇവിടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും അധികം സന്തോഷാർഹമായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടേണ്ട വളരെ അപൂർവമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനാണ്. പെരിന്തൽമണ്ണ GLP സ്കൂളിലെ 1983-84 ബാച്ചിന്റെ അപൂർവമായ ഒരു സംഗമമാണ്. ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം വിദ്യാലയ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ആദ്യകാല സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടുന്നതിന്റെ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവർ വീണ്ടും ഈ വിദ്യാലയ മുറ്റത്ത് ഒന്നിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള സന്തോഷ നിമിഷങ്ങൾക്കാണ് ഈ ഒരു വിദ്യാലയ അങ്കണം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുറ്റത്ത് ഒരു കാലത്ത് ഓടിക്കളിച്ച് നടന്നവർ അതിജീവനത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയപ്പോൾ പഴയ മധുരമുള്ള ഓർമ്മകൾ അയവിറക്കുന്നതിനായാണ് നീണ്ട 40 വർഷങ്ങൾക്കിപ്പുറം അവർ വീണ്ടും സ്കൂളിന്റെ പടിവാതിൽക്കിലെത്തിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഇപ്പോൾ സാധാരണമാണെങ്കിലും LP വിഭാഗം ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെ ചുരുക്കമാണ്. അത്തരത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒത്തുചേരലിന്. എവിടെയോ നഷ്ടപ്പെട്ടു പോയ സൗഹൃദം വീണ്ടെടുക്കുന്നതിനായാണ് പെരിന്തൽമണ്ണ വെസ്റ്റ് GLP സ്കൂളിലെ 1983-84 ബാച്ചിലെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ളവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. അറിവിന്റെ മാധുര്യം ഒരുമിച്ചറിഞ്ഞവർ ഒത്തുകൂടിയത് ഓരോരുത്തരെയും പഴയകാല ഓർമ്മകളിലേക്ക് വീണ്ടും കൊണ്ടുപോയി. അറിവിന്റെ ആദ്യാക്ഷരം പകർന്ന അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായപ്പോൾ ആ ഒത്തുചേരൽ വേറിട്ടതായി മാറുകയായിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് അവരിൽ ഓരോരുത്തരും ഒത്തുചേർന്നത്. അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു ക്ലാസ് ഫോട്ടോ ആണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് കാരണമായതും. സ്കൂൾ ജീവിതത്തിലെ മറക്കാനാവാത്ത ഓർമ്മകളെ സമ്മാനിച്ചവരെ വീണ്ടും കാണാനായതിന്റെ സന്തോഷത്തിലായിരുന്നു ഓരോ അംഗങ്ങളും. കൃത്യം 41 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇവരെല്ലാം ഒന്നിക്കുന്നത്. ഇവരെല്ലാം ഇവരുടേതായ ഉത്തരവാദിത്തങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ സംഗമത്തിന്റെ ഭാഗമായി സഹപ്രവർത്തകരെ അതല്ലെങ്കിൽ കൂട്ടുകാരെ വീണ്ടും കണ്ടെത്താനുള്ള ഒരു സന്തോഷത്തിന്റെ ഭാഗമാവുന്നത്. എല്ലാവരും സന്തോഷത്തിലാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒത്തുചേരൽ. തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് നമ്മളെ ആദ്യത്തെ ടീച്ചറെ ക്ഷണിച്ചപ്പോൾ പേര് പറഞ്ഞ ഉടനെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സിസ്റ്ററുടെ പേര് പറഞ്ഞ് എന്താണ് ആ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു ഫീൽ ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരോടും സംസാരിച്ച് എന്താണ് ഈ പരിപാടി ഇങ്ങനത്തെ ഒരു സംഘടിപ്പിക്കുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ടായി, ആരെയും പരിചയപ്പെടുത്തേണ്ടി വന്നില്ല. എല്ലാവരും പരസ്പരം പെട്ടെന്ന് തന്നെ എന്താണ് കണക്റ്റായി. പരസ്പരം അറിയില്ല, ചിലപ്പോൾ കണ്ടാൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ലേ ആ കാണാനൊരു സന്തോഷത്തിൽ അതിൽ ഓടി വന്നതാണ് നമ്മളൊക്കെ. എല്ലാവരും നമ്പറും സംഘടിപ്പിക്കാൻ ആകെ ഒരൊറ്റ ഫോട്ടോ ആണ് കാരണം. ഈ ഒരു ഫോട്ടോ ഒന്ന് ഇത്രയും പേരെ നമ്മൾ തിരിച്ചറിഞ്ഞ് എല്ലാ കുട്ടികളും പരസ്പരം ആ ചെറിയ കുട്ടികളെന്നുള്ള നിലക്ക് തിരിച്ചറിഞ്ഞ് ഇതുവരെ എത്തി. അപ്പോൾ സിറാജിനോട് പറഞ്ഞ് ടീച്ചറെ വിളിച്ച് അങ്ങനെ ടീച്ചർ ഞങ്ങൾക്ക് വീണ്ടും കോൺടാക്ട് നമ്പർ തന്ന് മാഷ്മാരെ സംഘടിപ്പിക്കാനായി. ഇതിലൊക്കെ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. വാട്സപ്പിലൂടെ ഈ മെസ്സേജൊക്കെ കിട്ടിയപ്പോൾ ഇതിലൊന്ന് പങ്കെടുക്കാമെന്ന് വിചാരിച്ച് ഒരു ദിവസം സമയമല്ല, അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൂടി കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും എല്ലാ സമയവും മാറ്റി വെച്ചിട്ട് ഓരോ പരിപാടികളും മാറ്റി വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടിയിൽ എത്തിച്ചേർന്നത്. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും പുതിയ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൊരു കൂട്ടായ്മയിൽ. അപ്പോൾ എൻ്റെ അടുത്ത് എന്തോ ഭാഗ്യവശാൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, പഴയ ഫോട്ടോ. 40-41 വർഷം പഴക്കമുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ 4ാം ക്ലാസ്സിലെ ഫോട്ടോ ഗ്രൂപ്പിലിട്ടു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും. പക്ഷെ അതിൽ ഒരുവിധ ആൾക്കാർക്കൊന്നും ഒരു മാറ്റവും ഇല്ല. കുറച്ച് ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവാത്ത ആൾക്കാരുള്ളൂ. അതെല്ലാവരും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കണ്ട് സംസാരിച്ച് പരിചയം പുതുക്കുകയും ചെയ്തു. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തരണ ഒരു സിറ്റുവേഷനാണ്, ഒരു സന്ദർഭമാണത്. ഓരോരുത്തരെ ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടെ, ഇവളെയൊക്കെ ഫേസ്ബുക്കിലൂടെയാണ് കിട്ടിയത്. ടീച്ചറേയും മാഷ്മാരെയും കിട്ടിയതാണ് ഏറ്റവും വളരെയധികം സന്തോഷം തോന്നിയത്. അറിവ് പകർന്നു നൽകിയ വിദ്യാർത്ഥികൾ ജീവിതത്തിൽ വിജയിച്ച് മുന്നിൽ വന്നു നിന്നതിന്റെ സന്തോഷം അധ്യാപകരായ ജലാലുദ്ദീൻ, പത്മനാഭൻ, കല്യാണിക്കുട്ടി എന്നിവരും പങ്കുവച്ചു. നമ്മളോടൊപ്പം ഈ ബാച്ചിന്റെ അറബിക് അധ്യാപകനായ ജമാലുദ്ദീൻ മാഷ് ചേരുകയാണ്. പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെല്ലാം ഒന്നിച്ച് കണ്ടിരിക്കുകയാണല്ലോ, എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നു ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട്. എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് പ്രതികരിക്കുന്നത്? 100,000 സന്തോഷം. ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് അതാണ് തീറ്റയും ഈ ചായയും ഒന്നൊന്നുമല്ല കാര്യം. ഈ സമൂഹത്തെ
കണ്ടതിലുള്ള സന്തോഷം പരമമായ സന്തോഷമാണ്, ചെറിയ സന്തോഷമല്ല. പ്രിയപ്പെട്ട അധ്യാപിക കല്യാണിക്കുട്ടി ടീച്ചർ ചേരുകയാണ്. ശിഷ്യഗണങ്ങൾ എല്ലാവരും മുമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടമാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ വീണ്ടും കാണാൻ സാധിക്കുകയാണ്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്താണ് സന്തോഷം? സന്തോഷമുണ്ട്. ഞാൻ കുറേ കുട്ടികളെ അടിച്ചിട്ടൊക്കെ ഉണ്ടേ. അവർക്ക് ആ ദേഷ്യമൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. എൻ്റെ കുട്ടികൾ എൻ്റെ മടിയിൽ വന്ന് കിടക്കും. വാങ്ങിയ പാട്ട്, കഥ, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കേട്ടെഴുത്ത് കൊടുക്കും, മനക്കണക്ക് കൊടുക്കും. തെറ്റിയടക്കി അടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും അവർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ദിവസം മറക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ പ്രൈമറിയിൽ ഇങ്ങനൊരു സംവിധാനം ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു തുടക്കം ഇവിടെയാണെന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും അധികം സന്തോഷാർഹമായ ഒരു കാര്യമാണ്. ഈ ശിഷ്യഗണങ്ങളെന്ന് പറഞ്ഞാൽ അവരിന്നിപ്പോൾ ഒന്ന് കണ്ടാലറിയില്ല. കാരണം കുട്ടികളെ കാണുന്ന അവസ്ഥയല്ല ഇപ്പോൾ. അവരൊക്കെ താടിയും മുടിയും വളർന്ന് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ പരിതസ്ഥിതിയിൽ നേരിട്ട് കണ്ട് പരിചയപ്പെടുക അതൊരു വലിയ സന്തോഷമുള്ള അനുഭവം തന്നെയാണ്. ചടങ്ങിൽ അധ്യാപകരായ ജലാലുദ്ദീൻ, പത്മനാഭൻ, കല്യാണിക്കുട്ടി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. MB അഫ്സൽ, ലീന, അനൂപ്, രജനി, KG രജനി, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് പ്രവീൺ, അഫ്സൽ, ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.